താമരശ്ശേരിയിലുണ്ടായ ദാരുണ സംഭവത്തിലേക്ക് തന്നെ വരുമ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിനെ മർദ്ദനമേറ്റ ശേഷം വീടിന് സമീപം കൊണ്ടുവരുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 8-ന് ലഭ്യമായി. വളരെ ക്രൂര മർദ്ദനമേറ്റ ശേഷമാണ് ഷഹബാസിനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം ഇത്ര വലിയ ഗുരുതരമായ പരിക്കാണെന്ന കാര്യം വ്യക്തമായിരുന്നില്ല. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ആ വാഹനത്തിന്റെ പിന്നിലിരിക്കുന്നതാണല്ലോ ഷഹബാസ്. ആദ്യം ഈ ഇന്റേണൽ ഇഞ്ചുറി ആണ് മരണത്തിന് ഇടയാക്കിയത് എന്ന് വ്യക്തമാവുന്നതാണ്. കാരണം ആദ്യം ദൃശ്യങ്ങളിൽ അദ്ദേഹം ഏറെക്കുറെ ബോധത്തോടെ കൂടി തന്നെയാണ് യാത്ര ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായും ആ ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഇപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് ഷഹബാസിന്റെ വീടിന്റെ മുന്നിലൂടെ പ്രധാന റോഡിലേക്ക് കടക്കുന്ന വഴി. ആ വഴിയിലൂടെയാണ് ഷഹബാസ് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് വരുന്നത്. അതിനുശേഷം ഇവിടേക്ക് എത്തിയാൽ ഈ കെട്ടിടമുണ്ട്, ഈ മുൻവശത്ത് തന്നെ ഒരു കെട്ടിടമുണ്ട്. ആ CCTVയിൽ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകർക്കായി എത്തിച്ച് നൽകിയിരിക്കുന്നത്. അതിൽ ആ ബൈക്കിന് പിന്നിലിരിക്കുന്ന ആളാണ് ഷഹബാസ്. പുറകിലിരിക്കുന്നത് വ്യക്തമായി കാണാം. അങ്ങേയറ്റം അവശനായ നിലയിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥയിലല്ല പിന്നിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഇഞ്ചുറിയാണ്, അതായത് ആന്തരിക അവയവങ്ങൾക്ക് തലച്ചോറിനേറ്റ ക്ഷതമാണ് ഉണ്ടായിരുന്നത്. പുറത്ത് അത്ര ദൃശ്യമായി ശരീരത്തിൽ കൂടെ രക്തമൊഴുകിയോ അല്ലെങ്കിൽ കൈകൾക്ക് കാലുകൾക്കോ വല്ലാതെ പരിക്കേറ്റോ അങ്ങനെ ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് ദൃശ്യമാവുന്നില്ല. പക്ഷേ അതീവ ഗുരുതരമായ പരിക്ക് ഷഹബാസിന് ഏറ്റിരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്നും വ്യക്തമാവുന്നത്. മുന്നോട്ട് പോയ ശേഷം തൊട്ടപ്പുറത്തെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരുന്നു. അവിടെ നിന്നും പിന്നീട് ആ വീട്ടുകാർ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് നമ്മളോട് അയൽക്കാർ തന്നെ രാവിലെ പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തിയ ശേഷമാണ് ഷഹബാസ് കിടക്കയിലേക്ക് വീഴുന്നത്. പിന്നെ കിടക്കയിലേക്ക് വീണ ശേഷം ഒരു അബോധാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. ആ അബോധാവസ്ഥയിൽ നിന്നും പിന്നീട് ഷഹബാസ് പുറത്തേക്ക് വന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഏറ്റവും ബോധത്തോടെ ഉണ്ടായിരുന്ന അവസാന നിമിഷങ്ങളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു സാഹചര്യം മിനിറ്റുകൾക്കുള്ളിൽ മാറുന്നു. വീട്ടിൽ ചെന്ന ശേഷം കിടക്കയിലേക്ക് വീണതോടെ പിന്നീട് ഒരു തരത്തിലും ഒരു കൃത്യമായ ബോധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു അബോധാവസ്ഥയിലേക്ക് ഷഹബാസ് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് ആ ചേട്ടനോട് തന്നെ അക്കാര്യം ചോദിക്കാം. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ? ആ സമയത്ത് വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ചേട്ടനാണ് നമുക്ക് ഈ CCTVയുടെ കാര്യം പറയുകയും എടുത്തു തരികയൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോധത്തോടു കൂടിയാണ് പോയത്. വണ്ടികളിൽ ഇറങ്ങി ആ വീട്ടിലേക്ക് പിന്നെ നടന്നു വന്നതാ. നടന്ന് അവിടെ കിടന്നതാ വീട്ടില്, ഫ്രണ്ടില് ആ ചാരുപടിമ കിടന്നതാ. അല്ല, അതിന് ശേഷം ഞാൻ വരുന്നത്. എന്റെ മോനാണ് കണ്ടത്, മോന്റെ സുഹൃത്താണ്. മോന്റെ അടുത്തേക്കാണ് അവൻ പോകുന്നത്. അന്ന് അതിന് ശേഷം ഞാൻ വന്നത്. എന്നെ കണ്ടപ്പോ അവിടെ നിന്ന് എണീച്ചു എന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ കിടന്നു. പിന്നെ ഒരു ബോധാവസ്ഥയിലേക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ഏറ്റവും അവസാനമായി ഒരു ബോധത്തോടു കൂടി കാണുന്ന ദൃശ്യങ്ങൾ ഇത് തന്നെയാണ്. പിന്നെ ഇതായിട്ട് പിന്നെ ഛർദിച്ചൊക്കെ പിന്നെ ഒന്നും ആയില്ല. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായത്. അപ്പൊ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ നോക്കിയപ്പോഴും ഒരു പാടൊന്നും കാണാനില്ല. ഇല്ല. അന്നപ്പോ ഇങ്ങനെ ആടിയാണ് ഇങ്ങനെ തല കറങ്ങുന്നതാണ്. ഞാൻ അവിടെ നിന്ന് കിടന്നതാണ്. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബുദ്ധിമുട്ടായി. അതാണ് സജിത്ത്. അതായത് വന്നപ്പോൾ തന്നെ ഒരു തലകറക്കത്തോടു കൂടിയാണ് വന്നത്. ഈ കെട്ടിടത്തിന് തൊട്ടപ്പുറത്തുള്ള സിറ്റ് ഔട്ടിൽ കിടന്നു. അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് ഒരു ബോധാവസ്ഥയിലേക്ക്, മരിക്കുന്നത് വരെ അങ്ങനെ ഒരു ബോധാവസ്ഥയിലേക്ക് ഷഹബാസ് മടങ്ങിയെത്തില്ല. പുറത്ത് കാണാനാവാത്ത വിധം തലക്കേറ്റ പരിക്കുകളാണ് ഇത്രമേൽ ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് തള്ളിവിട്ടത്. അത്രമേൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു തുടർ സംഭവം എന്ന രീതിയിൽ തന്നെയാണ് ഷഹബാസ് ഓർമ്മകൾ പോലും ഇല്ലാതെ
അതെ, പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നു, പിന്നീട് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നു, ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അനീഷ്, ഈ വാഹനത്തിൽ കൊണ്ടുവിടുന്ന ആരാണ് ആ വാഹനം ഓടിക്കുന്നത്? അത് അപ്പൊ ആ സംഘർഷത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ ആരെങ്കിലും ഒരാളാണോ? അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അത് ഈ അയൽവാസികൾക്കോ നേരത്തെ നമ്മൾ കണ്ട മറ്റ് കുട്ടികളുണ്ട്, ഷഹബാസിന്റെ കൂട്ടുകാരായ കുട്ടികളുണ്ട്, നമ്മളോട് നേരത്തെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ് പ്രതികരിക്കാൻ പോലും കഴിയാതിരുന്ന കുട്ടികളുണ്ട്. അവർക്ക് പോലും ഈ കൊണ്ടുവിട്ടത് ആരാണ് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. ഇനിയും അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും കുട്ടികളാണോ അല്ലെങ്കിൽ മറ്റ് ആരാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ലെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ കുട്ടികളോട് ദൃശ്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ച് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ആരാവും എന്നും മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം. നമുക്ക് എന്തായാലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അക്കാര്യങ്ങളിലേക്ക് നീങ്ങാം. എന്തായാലും കൊണ്ടുവിടുന്ന ദൃശ്യങ്ങളിലെ ആളാര്, അത് ഈ ഷഹബാസിനെ വിളിച്ചുകൊണ്ടുപോയ ആളാണോ, ഈ അടുത്തുള്ള പ്രദേശത്തെ കൂട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ അവരോടൊന്നും ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഷഹബാസ് പറഞ്ഞിരുന്നില്ല. തങ്ങൾക്ക് പരിചയമുള്ള ആളല്ല കൊണ്ടുപോയതെന്നാണ് ആ കുട്ടികൾ പറയുന്നത്. എന്തായാലും അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. പോലീസ് അക്കാര്യത്തെക്കുറിച്ച് ഇതിനകം തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സജിത്ത്. ഓക്കെ അനീഷ, ഒരു കാര്യം കൂടി. ഈ നേരത്തെ അയൽവീടിന്റെ സിറ്റൗട്ടിൽ വന്നിരുന്നു, അവിടെ വീണു, അദ്ദേഹം കിടന്നു. അതിനുശേഷം അയൽവാസി അവിടേക്ക് വന്നപ്പോൾ അദ്ദേഹം ഈ ഷഹബാസ് അടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി. ഇതാണല്ലോ അവർ പറഞ്ഞത്. അതിനുശേഷം ഷഹബാസ് എന്തെങ്കിലും മൊഴി കൊടുക്കുകയോ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ കാര്യം അടുത്ത ആരോടെങ്കിലും പങ്കുവെച്ച വിവരങ്ങൾ അങ്ങനെ ലഭ്യമാവുന്നുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം വീട്ടിലെത്തിയ ശേഷം തന്നെയും ഷഹബാസ് അധികം സംസാരിച്ചില്ല. അച്ഛനടക്കം ചോദിക്കുമ്പോഴും കാര്യമായ ഒരു പ്രതികരണം ഷഹബാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് നേരത്തെ തന്നെ പറഞ്ഞത്. ഈ CCTVയിലാണ് ഏതാണ്ട് ഈ സമയം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇത് 6:41 36 സെക്കൻഡിലേക്ക് കുട്ടികളൊക്കെ അടക്കം കളിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങളിൽ വരുന്നത്. ഇതിനു മുമ്പ് ഏതാണ്ട് 4:30 സമയത്താണ് ഷഹബാസ് ഇവിടെ നിന്നും പുറപ്പെടുന്നത്. പക്ഷെ അത് ഈ ഭാഗത്തു നിന്നല്ല പുറപ്പെടുന്നത്, മറുവശത്തൂടെ തന്നെ പോകുന്ന ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒരു പക്ഷേ നോക്കാം. പക്ഷെ അത് 4:30 സമയത്താണ് പോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം പിന്നീട് സ്വബോധത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ഓർമ്മ ഉണ്ടായി ഒരു വാഹനത്തിന് പിന്നിലിരുന്ന് വരാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു വരുന്ന സമയം അതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ബോധത്തോടുകൂടിയല്ല, വീട്ടിൽ ചെല്ലുന്നു, ഛർദ്ദിക്കുന്നു, കിടക്കുന്നു. അച്ഛൻ ചോദിക്കുന്നു എന്ത് പറ്റും അവനെ എന്ന് ചോദിക്കുമ്പോൾ അവന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നു. അതിനുശേഷം വീട്ടുകാരൊക്കെ ഒരു ആശങ്കാകുലമാവുന്നു. നമുക്ക് കാണാം, കണ്ടോ ഈ ദൃശ്യങ്ങൾ വരുന്നത് കണ്ടോ, ഈ ബൈക്ക് ഇങ്ങനെ വരുന്നു, ഇതിലെ പോകുന്നു, ഇതിന്റെ പിന്നിൽ ആണിരിക്കുന്നത്, അത് വരെ കാണാം. അപ്പം അതിനു മുമ്പാണ് ഏതാണ്ട് ഈ 4:30 കൂടി ആണ് ഈ ഷഹബാസിനെയുമായി പോയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ സമയം നമ്മൾക്കൊന്ന് ഏതാണ്ട് ഈ ഒരു സമയത്തൊക്കെ ആണ് എത്തിയതെന്നാണ് മനസ്സിലായത്. പക്ഷേ അത് പരിശോധിക്കാനുള്ള സമയം നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ വഴിയിൽ കൂടെ തന്നെയാണ് ഷഹബാസുമായി ആ കുട്ടി ഇവിടെ നിന്നും കൂട്ടുകാരൻ തന്നെയാണ്. അത് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നതാണോ അതോ സ്കൂളിൽ പഠിക്കുന്നതാണോ എവിടെയാണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. കുടുംബവും അക്കാര്യം ആരാണ് കൊണ്ടുപോയത് എന്നതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞില്ല. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ആളാരാണ് കൂട്ടിക്കൊണ്ടു പോയത് എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ചിത്രം വൈകാതെ എത്താനുള്ള സാധ്യതകളാണുള്ളത്. എന്തായാലും ആരാണ് കൊണ്ടുപോയത്, എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവിട്ടപ്പോൾ ഇക്കാര്യങ്ങളൊന്നും പറയാതെ ഈ വഴിയിൽ ഉപേക്ഷിച്ചു പോയി. ഒരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒരിടത്ത് പോയാൽ അവിടെ പോയി കയ്യേറ്റവും കയ്യാങ്കളിയും ഒക്കെ നടന്നാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളേലും വീട്ടിൽ അറിയിക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു ഒരു ശാരീരികമായ ഒരു അവശതയിലേക്ക് ഒരാൾ നീങ്ങുകയാണെങ്കിൽ അക്കാര്യം വീട്ടിൽ പറയാനുള്ള ഒരു ബാധ്യത കൂടെ പോയ ആൾക്കൊണ്ട് അത്തരം ഒരു ബാധ്യത നിറവേറ്റിയില്ല. ഒരുപക്ഷെ ഈ പരിക്കുകൾ ഗുരുതരമല്ല എന്ന് കരുതിയായിരിക്കാം ഇത്രമേൽ ആന്തരിക രക്തസ്രാവോ അല്ലെങ്കിൽ ഇത്തരം പരിക്കുകൾ ഉണ്ടായെന്ന് ഒരുപക്ഷെ ആ കൂടെ വന്ന ആളും മനസ്സിലാക്കി കാണില്ല. അതുകൊണ്ടായിരിക്കാം പുറത്തേക്ക് പറയാതിരുന്നത്, അല്ലെങ്കിൽ ചികിത്സ തേടണമെന്ന് ഷഹബാസിനും തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും പുറത്ത് പറയാതിരുന്നത്. എന്തായാലും വലിയ ക്ഷതമാണ് ഏറ്റിരുന്നത്. ഈ വഴിയിലൂടെ കടന്നു പോകുന്നതിനപ്പുറം ഈ 100 മീറ്റർ മാത്രമുള്ള വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞ് പിന്നീട് ഷഹബാസ് കിടക്കയിൽ നിന്ന് എണീറ്റിട്ടില്ല, ഛർദ്ദിക്കുന്നു. പിന്നീട് തികച്ചും ഒരു അബോധാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യം, പിന്നീട് ഒരിക്കലും ഒരു ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നും ഇല്ല. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ആ വാഹനത്തിൽ അവിടെ കൊണ്ടുവിട്ടതാര് അത് സംബന്ധിച്ച കൃത്യമായൊരു വിവരം അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്,
ഇന്റേണൽ ഇഞ്ചറി, ഉള്ളിലുണ്ടായ പരിക്കാണ്, രക്തസ്രാവമാണ് ഇത്തരത്തിലേക്ക് പോയത്. ഒരുപക്ഷെ ഷഹബാസ് പോലും താൻ ഇത്ര അധികം തനിക്ക് രോഗാവസ്ഥ ഇത്ര മൂർച്ഛിച്ച അവസ്ഥയിലേക്ക് മാറുന്നു എന്ന കാര്യം ആദ്യം അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ അപ്പോഴേക്കും തലചുറ്റൽ അനുഭവപ്പെടുകയും കിടക്കുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഒടുവിൽ വെന്റിലേറ്ററിലും പിന്നീട് ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും സഹപാഠികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായ ഒരു സംഘർഷമാണ് ഈ തരത്തിലേക്ക് എത്തിയത്. എങ്ങനെയാണ് ഒരാളെ തല്ലിക്കൊല്ലാൻ ഇവർക്ക് കഴിയുന്നത്, അങ്ങനെ മനസ്ഥിതി ഉണ്ടാവുന്നത്, ഇത്ര ക്രൂരമായ പീഡനം നടത്തിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന CCTV ദൃശ്യങ്ങൾ വ്യക്തമാവുന്നത് ഷഹബാസ് മർദ്ദനമേറ്റതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. അതിന് സമീപത്തുള്ള ഒരു വീട്ടിലെ CCTVയിലാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്.